നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലറിയണമേ. പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് നമ്മെ വിട്ടുപോയ ഈ വിദ്യാലയത്തിലേറെക്കാലം അധ്യാപകനായിരുന്ന ശ്രീ മാനു മാസ്റ്ററുടെ ഒരു അനുശോചനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. പ്രൗഢോജ്വലമായ വേദിക്കും സദസ്സിനും എൻ്റെ നമസ്കാരം. 1924 ശ്രീ കൊടക്കാട്ട് മൊയ്തുപ്പമല്ല കൊളുത്തിവെച്ച അക്ഷരദീപം, പിന്നീട് ശ്രീ KV മുഹമ്മദ് സാഹിബും അതിനുശേഷം ശ്രീ KV മരക്കാർകുട്ടി ഹാജിയും അദ്ദേഹത്തിൻ്റെ കാലശേഷം ശ്രീ KV അബ്ദുൽ ഹമീദും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ ശ്രീ അസീസ് മാഷും ഈ വിദ്യാലയം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മാനേജറായി തുടരുന്നത് ശ്രീ KV അബ്ദുൽ അസീസ് മാഷാണ്. മാഷ് ഈ വിദ്യാലയം വളരെ നന്നായി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കെല്ലാം ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, 1924 ഒരു ഓത്തുപള്ളിക്കൂടമായിട്ടാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. അങ്ങനെ പല കടമ്പകളും കടന്ന് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ്. എന്തൊക്കെയായാലും ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിൽ കാര്യമായ ഒരു പങ്കുവഹിച്ച വിദ്യാലയമാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ്റെ പുറത്തു തന്നെ അറിയപ്പെടുന്ന ശ്രീ അസ്ഗർ അലി ഫൈസി, അതുപോലെ ശ്രീ MT അബൂബക്കർ മൗലവിയൊക്കെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇങ്ങനെ ഒട്ടുമിക്ക നമുക്ക് പറയാം എല്ലാ മേഖലകളിലും നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഇന്ന് നല്ല രീതിയിലുള്ള ഉദ്യോഗത്തിലിരിക്കുന്നവരുമുണ്ട്. അത് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു കാലഘട്ടം വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ സബ് ജില്ലയിൽ തന്നെ വളരെ അറിയപ്പെടുന്നൊരു വിദ്യാലയമായി മാറാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷം കായികമേള, ഈ വർഷം കായികമേളയിൽ LP മിനിയിൽ 1-ാം സ്ഥാനവും കിഡ്ഡീസിൽ 2-ാം സ്ഥാനവും അങ്ങനെ ഓവറോൾ 2-ാം സ്ഥാനവും കായികമേളയിലും, കലാമേളയിൽ ഓവറോൾ 2-ാം സ്ഥാനവും, ശാസ്ത്രമേളയിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാനും നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു. ഇങ്ങനെ ഇതിനൊക്കെ നമ്മെ പ്രാപ്തമാക്കിയത് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും രക്ഷിതാക്കളും ഒപ്പം മിടുക്കരായ കുട്ടികളുമാണ്. നമ്മുടെ
വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അത് ഈ സബ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറി. കാരണം സ്കൗട്ട് വിഭാഗത്തിൽ ധാരാളം അവാർഡുകൾ കഴിഞ്ഞ വർഷം നമ്മൾ നേടി. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ തുടർച്ചയായിട്ട് സംസ്ഥാന തലത്തിലുള്ള ചതുർത്ഥ ചരണം, ദേശീയ തലത്തിലുള്ള ഗോൾഡൻ ആരോ അവാർഡും നമ്മുടെ വിദ്യാലയത്തെ തേടിയെത്തി. ഇതെല്ലാം പ്രാപ്തമാക്കിയത് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ശ്രീ സജിമാഷാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിന് ഒരു നഷ്ടത്തിൻ്റെ വർഷമാണ്. 2026 നമ്മുടെ വിദ്യാലയത്തിലെ ഏറെക്കാലം സേവനമനുഷ്ഠിച്ച നമ്മുടെ സ്കൗട്ട് വിഭാഗത്തിലൊക്കെ നമ്മെ ഈ സബ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാക്കി മാറ്റിയ ശ്രീ സജിമാഷ് ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഷിബി ടീച്ചർ, നിങ്ങൾക്കറിയാം, 10-30 വർഷത്തോളം നമ്മുടെ വിദ്യാലയത്തെ സേവിച്ച കാര്യങ്ങൾ ആരോടും വളരെ കൃത്യമായി വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ശ്രീ ഷിബി ടീച്ചറുടെ റിട്ടയർമെൻറ്റും നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതിനെയൊക്കെ നമുക്ക് പുതുതലമുറയുടെ ഊർജം കൊണ്ട് മറികടക്കാനാവുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഏതായാലും ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വള്ളിക്കുന്ന് MLA, നമ്മുടെ പട്ടിക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരം ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. മാഷെ, നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവർക്ക് വളരെ അടിയന്തരമായി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്നറിയിച്ചിട്ടുണ്ട്. അവരെയും ഈ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മൂസക്കുട്ടി സാഹിബ് ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം നമുക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഉസ്മാൻ കൊമ്പൻ, അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി മുനീറ ഉമ്മർ ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മെമ്പർ അല്ലെങ്കിലും നമ്മുടെ വിദ്യാലയത്തെ വളരെ അടുത്തു നിൽക്കുന്ന ശ്രീമതി മുനീറ ഉമ്മറിനെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ അബ്ദുൽ അസീസ് മാഷ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും തന്ന് മാഷ് നമ്മോടൊപ്പമുണ്ട്. മാഷ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ MT അബൂബക്കർ മൗലവി, അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം വകവെക്കാതെ അദ്ദേഹം നേരത്തെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ അബൂബക്കർ മൗലവിയെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അത്തൂർ ഹുസൈൻ, ഇന്ന് 3 മണിവരെ അദ്ദേഹത്തിന് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് ഓടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വളരെ തിരക്കിനിടയിലും നമ്മുടെ എല്ലാ പരിപാടിയിലും സഹകരിക്കുന്ന PTA പ്രസിഡൻറ്റിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ MTA പ്രസിഡന്റ് ശ്രീമതി ആമിന നേരത്തെ തന്നെ ഈ നമ്മുടെ എല്ലാ പരിപാടിയിലും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ശ്രീ ആമിനയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അറിയിച്ച പ്രാർത്ഥന ഗാനമാലപിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സുവർണ, അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രതിനിധി ശ്രീ അമീദ് പട്ടിക്കാട്, അതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയ നമ്മുടെ ജബ്ബാർ മാഷ്
ഈ പരിപാടിയിലേക്ക് എത്താം, ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ എത്താം എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അനാരോഗ്യം കാരണമായിരിക്കാം അദ്ദേഹം എത്തിയിട്ടില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ ഏലിയാമ്മ ടീച്ചറും അനാരോഗ്യം കാരണമാണ് വരാത്തത്. ടീച്ചറെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗീത ടീച്ചറും വീട്ടിലൊരു മരണമുള്ളതുകൊണ്ട് ടീച്ചർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. ടീച്ചറുടെ അഭാവത്തിലും ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത നമ്മുടെ അബ്ദുറഹിമാൻ മാഷ് ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുമ ടീച്ചറും നമ്മുടെ എല്ലാ പരിപാടിയിലും, നമ്മൾ പറയുന്ന എല്ലാ പരിപാടിയിലും എത്താറുണ്ട്. ടീച്ചറും നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജയ ടീച്ചറും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെ വളരെ സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മുൻ PTA പ്രസിഡന്റുമാരായ ശ്രീ CT നാസർ, ശ്രീ മുഹമ്മദ് സഹീർ, അതുപോലെ ശ്രീ യൂസഫ് പാറയിൽ, നമ്മുടെ PTM UP മുള്ളിയാഴ്ചയിലെ HM ശ്രീ മുഹമ്മദ് ഷെരീഫ് മാഷെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ക്ലബ്ബ് പ്രതിനിധികൾ, അവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ താരങ്ങളായ ശ്രീ സജി ഫിലിപ്പ് മാഷ്, നമുക്കറിയാം മാഷ് നമ്മൾ കബ്ബ് പ്രസ്ഥാനം നമ്മുടെ വിദ്യാലയത്തിൽ ആരംഭിക്കുകയും ഈ സബ് ജില്ലയിൽ തന്നെ ആദ്യമായി ഈ സ്കൗട്ടിൻ്റെ അധ്യാപകനാവുകയും ചെയ്തതാണ്. ഏറെക്കാലം ഇപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണറായിട്ടാണ് സ്ഥാനത്താണെന്നാണ് വിരമിക്കുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷിബി ടീച്ചർ നമുക്കറിയാം ഈ വിദ്യാലയം ഹരിത വിദ്യാലയമാക്കുന്നതിൽ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയാണ്. വളരെ കർശന സ്വഭാവത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാലയമാക്കി മാറ്റാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനി മുഴുവൻ നാട്ടുകാരെയും, രക്ഷിതാക്കളെയും, കുട്ടികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മൂസക്കുട്ടി അവരുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മനോഹരമായ സായം സന്ധ്യയിൽ വളരെ മനോഹരമായി, അതിമനോഹരമായി, വളരെ പ്രൗഢോജ്വലമായി ഇങ്ങനെയൊരു വാർഷിക സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും അണിയിച്ചൊരുക്കിയ പ്രൗഢമായ ഈ സദസ്സിന് സ്വാഗതമോദിയ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ രാജഗോപാൽ മാസ്റ്റർ, ഇവിടെ ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ നാട്ടുകാരനും ഏറെ പ്രിയങ്കരനും നമ്മുടെ ഈ വിദ്യാലയത്തിലെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യവുമാകുന്ന ബഹുമാന്യനായ ഹമീദ് മാസ്റ്റർ, അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ മെമ്പറും നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സഹപ്രവർത്തകൻ ഉസ്മാൻ കൊമ്പൻ, നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ ഈ സ്കൂളിൻ്റെ അയൽക്കാരിയുമായ പ്രിയപ്പെട്ട മുനീറ ഉമ്മർ, നമ്മോട് 3 പതിറ്റാണ്ടിലേറെ കാലം ഈ വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിച്ച് ഈ വിദ്യാലയത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ഉത്ഥാന പതനങ്ങൾക്ക് സാക്ഷിയായി നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് സേവനം ചെയ്ത പ്രിയപ്പെട്ട 2
അധ്യാപകർ, സജി മാസ്റ്റർ, അതുപോലെ തന്നെ ഷിബി ടീച്ചർ, MT അബൂബക്കർ മൗലവി ഉൾപ്പെടെയുള്ള നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാരഥന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തും ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ഹമീദ് പട്ടിക്കാട്, ഇപ്പോൾ മാനേജറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അസീസ്, PTA പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകർ, തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് കഴിഞ്ഞയാഴ്ച റിട്ടയർ ചെയ്ത ഷെരീഫ് മാസ്റ്റർ, അതുപോലെ ഈ വേദിയിലും വേദിക്ക് പുറത്തുമുള്ള അധ്യാപകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, കുട്ടികളെ എല്ലാവരുടെയും പേരെടുത്ത് ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ വിശദമായി സ്വാഗതം ആശംസിച്ചു. അതുകൊണ്ട് സമയ ദൗർലഭ്യം കൊണ്ട് എവരുടെയും പേര് പറയുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 പരിപാടി, അതിൽ 3 പരിപാടി, ഒന്ന് സ്കൂളിൻ്റെ വാർഷികം, മറ്റൊന്ന് വിവിധ പുരസ്കാരങ്ങൾ നേടിയ വിവിധ കലാകായിക മത്സര പരീക്ഷകളിലും മറ്റ് മേഖലകളിലുമൊക്കെ ഉന്നത വിജയം നേടിയ നമ്മുടെ കുരുന്നുകൾക്കുള്ള അവാർഡ് വിതരണം, ഏറെ പ്രിയങ്കരായ നമ്മുടെ 2 അധ്യാപകർക്കുള്ള ഊഷ്മളമായ യാത്രയപ്പ്, എനിക്ക് ഒരുമിച്ച് കൂടുന്ന മനോഹരമായൊരു വേദിയാണിത്. നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇനിയും തുടരാനുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, സാംസ്കാരിക പ്രകടനങ്ങൾ കാണുന്നതിനും നമ്മുടെ പ്രിയപ്പെട്ട വിരമിക്കുന്ന അധ്യാപകർക്ക് നമ്മളോട് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല. നമുക്കറിയാം, ഈ വിദ്യാലയം ഒരു നൂറ്റാണ്ടിലേറെ പ്രൗഢിയോടുകൂടി നമ്മുടെ ഈ മനോഹരമായ ഗ്രാമത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഒരുപാട് തലമുറകൾക്ക് ആദ്യാക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ ഈ സ്ഥാപനം പുരോഗതിയിലേക്ക് നീങ്ങുന്നു. 400ഓളം വിദ്യാർത്ഥികൾ, 10-11ഓളം അധ്യാപകർ ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ ഹെഡ് മാസ്റ്റർ സ്വാഗത ഭാഷണത്തിലും നമ്മുടെ അന്വേഷണത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പാഠ്യ രംഗത്ത് മാത്രമല്ല, പാഠ്യേതര രംഗത്തും മികച്ച പ്രകടനമാണ്. ഒരു മികവിൻ്റെ കേന്ദ്രമായി ഈ സ്കൂൾ മാറിയിട്ടുണ്ട്. സ്കൗട്ട് കാര്യങ്ങളിൽ മാത്രമല്ല, അതുപോലെ തന്നെ LSS സ്കോളർഷിപ്പ്, USS സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ മറ്റ് ധാരാളം മേഖലകളിൽ നിന്ന് സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലുമൊക്കെ വലിയ മത്സര പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ അഭിമാനം നമ്മുടെ സംസ്ഥാനത്തോളം അല്ലെങ്കിൽ ജില്ലയോളം അല്ലെങ്കിൽ സബ് ജില്ലയ്ക്കപ്പുറത്തും ഉയർത്താൻ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതിന് പ്രോത്സാഹനം നൽകുന്ന രക്ഷിതാക്കൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തെ പോലെയല്ല, വലിയ വെല്ലുവിളിയാണ്. ഈ പാഠ്യവിഷയങ്ങളിലൊക്കെ നിരന്തരമായ മാറ്റങ്ങൾ, പഠന രീതികളിൽ നിരന്തരമായ മാറ്റങ്ങൾ, അധ്യാപകർ നിരന്തരമായി പരിശീലനത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഏറ്റവും പ്രയാസം കുറഞ്ഞ പഠിപ്പിക്കൽ LPയിലായിരുന്നുവെങ്കിൽ ഇന്ന് LP അതിൽ UP അല്ലെങ്കിൽ പ്രൈമറി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് അവരെ മൗൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ പരിശീലിപ്പിക്കുക, ശിക്ഷണം നൽകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ്. അപ്പം അങ്ങനെയുള്ള വളരെ പ്രയാസകരമായ ദൗത്യമാണ് 3 പതിറ്റാണ്ട് കാലം നമ്മുടെ വിട പറയുന്ന 2 അധ്യാപകരിവിടെ നിർവഹിച്ചത്. അതിന് നമുക്ക് അവരോടുള്ള നന്ദിയും കടപ്പാടും 1-2 വാക്കുകൾക്കുള്ളിൽ പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. എന്താണെങ്കിലും ഇവിടെ ഹെഡ് മാസ്റ്റർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാണുന്ന ഈ ഉയരത്തിലേക്ക് നമ്മുടെ സ്ഥാപനം ഉയർത്തുന്നതിൽ വളരെ അനൽപമായ പ്രധാനമായ പങ്ക് വഹിച്ച 2 പ്രിയപ്പെട്ട അധ്യാപകരെ മുക്തകണ്ഠം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പഠിപ്പിച്ച് അവരെ പരീക്ഷ പാസ്സാക്കി അവരെ ഹയർ വിഭാഗങ്ങളിലേക്ക്, ഉന്നത കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ച് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു കരിയറിൽ അവരെത്തി. അതുകൊണ്ട് മാത്രം ഇന്ന് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ദൗത്യം തീരുന്നില്ല. മുമ്പത് മതിയായിരുന്നു. ഒരു 10-20 വർഷം മുമ്പ് വരെ
കുട്ടികളെ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇന്നത് പോരാ. ഇന്ന് നമുക്കറിയാം അവരുടെ സ്വഭാവ രൂപീകരണം കൂടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുവാനുള്ള ഒരുപാട് പ്രകൃതി വിരുദ്ധ അതല്ലെങ്കിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ഉന്നത കലാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ ഹോസ്റ്റലിൽ പറഞ്ഞയക്കാൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞയക്കാൻ, വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ ഒക്കെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. അങ്ങനെ നമ്മെ വലവീശി പിടിക്കുവാനുള്ള ഒരുപാട് ചതിക്കുഴികളും കെണിക്കുഴികളും ഒക്കെ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ സാംസ്കാരിക മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും അവർക്ക് മനസ്സിന് ധൈര്യവും ഒക്കെ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ അധ്യാപനം മാറേണ്ടതായിട്ടുണ്ട്. വളരെ വലിയ വിദ്യാഭ്യാസം നേടിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും ചെറിയൊരു കാര്യത്തിന് വേണ്ടി കയ്യിൻ്റെ ഞരമ്പ് മുറിക്കുന്ന, ഫാനിൻ്റെ ഹുക്കിൽ കയറിടുന്ന, അതിൽ വിഷക്കുപ്പിയിൽ അഭയം തേടുന്നൊരവസ്ഥ സമൂഹത്തിൽ ഇങ്ങനെ കൂടി വരുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുകയാണ്. നല്ല പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ തലമുറകളിൽ തന്നെ മാനസികമായ ധൈര്യം വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. കുട്ടികൾക്ക് മുമ്പൊക്കെ നമുക്കൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് നല്ല ധൈര്യമായിരുന്നു. രക്ഷിതാക്കൾക്ക് തന്നെ കുട്ടികൾ എങ്ങോട്ട് പറഞ്ഞയച്ചാലും ഒരു ബേജാറുണ്ടായിരുന്നു. തോടും പാടവും ഒക്കെ നീന്തിക്കടന്ന് LP-യും UP-യും ഒക്കെ കടന്ന് ഇരുട്ടുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്നൊരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ബസ്സിലേക്ക് കുട്ടിയെ പറഞ്ഞയച്ചാലും വൈകുന്നേരം 5 മണിക്ക് കുട്ടിക്ക് ബസ് വരാൻ 2 മിനിറ്റ് വൈകിയാൽ രക്ഷിതാക്കൾക്ക് ആധിയും ആശങ്കയുമുള്ള ഒരു കാലഘട്ടമായി മാറി. മനസ്സിന് ധൈര്യമില്ലാത്ത ഒരു കാലഘട്ടം. എല്ലാം ഉണ്ടെങ്കിലും ഒരു സ്വസ്ഥതയില്ലാത്ത, മനസ്സമാധാനമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ധൈര്യശാലികളാക്കി മനോധൈര്യമുള്ളവരാക്കി മാറ്റാൻ സാധിക്കും. പഠനത്തിൽ മാത്രമല്ല, ഈ പ്രകൃതിയിലും നമ്മുടെ രാജ്യത്തും നടക്കുന്ന പ്രതിസന്ധികളിൽ എങ്ങനെ നേരിടാൻ അവർക്ക് മനസ്സിന് കരുത്ത് പകരാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത കൂടെ നമ്മളിലൊക്കെ രക്ഷിതാക്കളിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇന്ന് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല പ്രൊഫഷണൽ കോഴ്സ് പാസ്സാക്കി നല്ല ഉദ്യോഗം കിട്ടി അങ്ങനെ സുരക്ഷിതമായി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതോടുകൂടി എൻ്റെ കുട്ടി ഒരിക്കലും ഈ സമൂഹത്തിന് ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത്. മയക്കുമരുന്നിനോട് നോ പറയുന്ന, മദ്യത്തോട് നോ പറയുന്ന, അനാശാസ സാൻമാർഗിക പ്രവർത്തനങ്ങളോട് നോ പറയുന്ന, രാഷ്ട്രത്തോട് കടപ്പാടുള്ള, സഹജീവികളോട് സ്നേഹമുള്ള, മൃഗങ്ങളോട് സ്നേഹമുള്ള, പരിസ്ഥിതിയോട് സ്നേഹമുള്ള, വൃക്ഷങ്ങളോട് സ്നേഹമുള്ള അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉന്നതമായൊരു ജോലിയും വിദ്യാഭ്യാസവും നേടി അവന് ജോലി കിട്ടിയില്ലെങ്കിൽ അല്പം സാമ്പത്തികമായ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജോലിയില്ലെങ്കിലും അതല്ലെങ്കിൽ സമ്പത്തില്ലെങ്കിലും ഒക്കെ ആളുകൾ ജീവിച്ചു പോകും. പക്ഷേ ഈ ദുസ്വഭാവങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ഈ പ്രകൃതിക്കും ഭൂമിക്കും നിരക്കാത്ത സ്വഭാവങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ആപൽക്കരമായ അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള വലിയൊരു ഉത്തരവാദിത്തം കൂടെ ഇന്ന് വിദ്യാലയങ്ങളിൽ NSSൻ്റെ ഭാഗമായി, സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി, മറ്റനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാഷ്ട്രത്തോടും ജനങ്ങളോടുമൊക്കെ സ്നേഹവും കടപ്പാടുമുള്ള, ജനാധിപത്യ മൂല്യങ്ങളിൽ അവർക്ക് കടപ്പാടുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ അധ്യാപകർ ഹയർ സെക്കൻഡറി തലങ്ങളിലും സെക്കൻഡറി തലങ്ങളിലുമൊക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സ്കൂളിൽ തന്നെ നമുക്ക് വന്നു നോക്കുമ്പോൾ ഇതൊരു ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളാണ് എന്നാണ് പറയാൻ കഴിഞ്ഞത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഖരമാലിന്യങ്ങളും ഒന്നും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇല്ല എന്ന് പറയുന്നു. വളരെ മനോഹരമായ കാര്യമാണ്. അത് മുൻകൈയെടുക്കുന്ന അധ്യാപകരെയും PTA ഉൾപ്പെടെയുള്ള സംഘടനകളെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ കാർഷിക രംഗത്തുമൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ അത്യാവശ്യം കൃഷിയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇവിടെ ചെയ്ത് പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും നല്ല നിലക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചമായി ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഉത്തരോത്തരം ഉയരത്തിലേക്ക് ഇനിയും നൂറ്റാണ്ടുകൾ നിലനിന്ന് വരാൻ പോകുന്ന ഒരുപാട് തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചമേകാൻ ഈ സ്ഥാപനത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാരായ മുൻഗാമികൾക്കും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾക്കും മുൻകഴിഞ്ഞ അധ്യാപകർക്കും അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും നാട്ടുകാർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവരോടുമുള്ള ഒരു താല്പര്യവും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി റിട്ടയർ ചെയ്യുന്ന
പ്രിയപ്പെട്ട നമ്മുടെ 2 അധ്യാപകർക്ക് എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരുന്നു. സൗഭാഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു ഭാവി റിട്ടയർമെൻറ്റ് ജീവിതം, ഒരു വിശ്രമ ജീവിതം അവർക്കുണ്ടാകട്ടെ. ക്രിയാത്മകമായി മറ്റ് മേഖലകളിൽ ഇടപെടാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പരിസ്ഥിതി സന്ദേശം ഉൾക്കൊണ്ട കുട്ടികൾ വീട്ടിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചു. കുട്ടികൾ പരിസര നടത്തി
ബഹുമാനപ്പെട്ട PK മൂസക്കുട്ടി സാഹിബ് അവറുകൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ അല്പസമയം കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവറുകൾ, നമ്മുടെ ഈ പരിപാടിയുടെ ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ഷിബി ടീച്ചർ, സജി മാഷ്, പ്രിയപ്പെട്ട മുനീറ ഉമ്മർ അടക്കമുള്ള MT അബൂബക്കർ മൗലവി അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാർ, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ മുഖ്യ പ്രഭാഷണം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ 10 മണി കഴിഞ്ഞ സമയത്ത് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ സ്കൂള് നമ്മുടെ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഡിജിറ്റലായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നമുക്കറിയാം, ഒരു സ്ഥാപനം 102 വർഷമായി മുന്നോട്ട് പോകുമ്പോൾ ആ 102 വർഷവും ഈ നാടിനെ വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു സ്ഥാപനമാണ്. ഈ നാടിൻ്റെ എല്ലാ മേഖലയും, ഒരു തലമുറ എന്നതിനപ്പുറത്ത് 2 തലമുറ അക്ഷര വിദ്യാഭ്യാസം നൽകിയ ഒരു സ്ഥാപനമാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനമാണ്. എല്ലാ കാലങ്ങളിലും നമ്മുടെ സ്കൂളിൻ്റെ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അഭിവൃദ്ധികളുമൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ സർവ്വ മേഖലയിലും ഒരു മുന്നേറ്റം നടത്താൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെയുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഫലമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട സജി മാഷായാലും അതോടൊപ്പം തന്നെ ഷിബി ടീച്ചറായാലും ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. അത് ഒരു അധ്യാപകൻ എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ മണ്ണിനോട് ചേർന്ന്, ഇവിടുത്തെ നാടിനോട് ചേർന്ന്, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, ഇവിടെ രക്ഷിതാക്കൾക്കൊപ്പം നിന്ന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അധ്യാപകരാണ്. അത് മുൻപ് ഇവിടെ നടത്തുന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഇവിടെ ഒരു വാർഷികം നടക്കുമ്പോൾ ഇവിടെ നിന്ന് വിരമിച്ചു പോയ അധ്യാപകരൊക്കെ വരും ഇതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി. പല സ്ഥലങ്ങളിലും വളരെ അത്യപൂർവമായിട്ട് കാണുന്ന ആളുകളെ പോലെയല്ല ഇവിടെ. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ മാഷായാലും സുമ ടീച്ചറായാലും ജയ ടീച്ചറായാലും അങ്ങനെ അസീസ് മാഷായാലും എല്ലാവരും ഇവിടെ ഒരു വലിയ ഒരു വിജയത്തിന് വേണ്ടി ഒരു കൂട്ടായ്മയോടുകൂടി ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരാണ്. അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ, അതൊരു പ്രത്യേകത തന്നെയാണ്. അത് ഈ മണ്ണിനോട് ഇടനേഴ്കി ജീവിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം ഈ വിജയം നമ്മുടെ സ്കൂളിന് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് ഒരു കുട്ടികളെ തേടി പോകുന്ന ഒരു സാഹചര്യമല്ല. കുറച്ച് മുമ്പ് മുകാമ്പടി സ്കൂളിൽ ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് അവിടുത്തെ അധ്യാപകർ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ അവിടെ ചെല്ലുന്ന സ്കൂളിൽ ആകെ 33 കുട്ടികളാണുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിലെ കുട്ടികളായിട്ട്, ഇവിടെ പഠിക്കേണ്ട കുട്ടികളായിട്ട് പുറത്തുനിന്നൊന്നും വരേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ 1ാം ക്ലാസ്സിലേക്കായാലും ഒക്കെ ഇവിടെ കുട്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അത്രത്തോളം നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം. അത് വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമാകുക. ഞാനിവിടുത്തെ ഒരു ജനപ്രതി എന്ന രീതിയിൽ, ഈ വാർഡ് ഉൾക്കൊള്ളുന്ന ഒരു ജനപ്രതി എന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിനെ ഒരു മുഖ്യ പരിഗണന കൊടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലും നിലവിലെ നോംസുകൾക്കനുസരിച്ച് ലഭ്യമാകുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് യഥേഷ്ടം തുടരും. 10 മടങ്ങോട് ശക്തിയോടുകൂടി ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനിക ബിരി ചെയർമാൻ എന്ന നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ സ്കൂളിനോട് തൊട്ടടുത്ത് ഒരു ചാല് പോകുന്നുണ്ട്. തൊട്ടടുത്ത് വെള്ളം, നമ്മുടെ മഴ പെയ്യുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുന്ന രീതിയിലാണ്, രക്ഷിതാക്കളൊക്കെ വന്ന് എടുത്തു വെക്കുന്ന രീതിയിലാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കാണിക്കാറ്. അവിടെ തീർച്ചയായും അവിടെ ഒരു കൾവർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ അടിയന്തരമായിട്ട് അതിന് ഒരുക്കുന്ന പരിപാടികളുണ്ടാവും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട ഷിബി ടീച്ചർക്കും അതുപോലെ സജി മാഷിനും എല്ലാവിധ ആരോഗ്യങ്ങളും സൗഖ്യങ്ങളും നേർന്നുകൊണ്ട്
ഈ 102-ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷനും കീഴാറ്റൂർ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റുമായ ശ്രീ മൂസക്കുട്ടി സാഹിബ് അവറുകളെ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജുമാഷ്, മറ്റ് കീഴാറ്റൂർ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ഉസ്മാനെ, സ്കൂൾ മാനേജർ അസീസ് മാഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗം ഹമീദ് പട്ടിക്കാട്, പ്രിയപ്പെട്ട അബൂബക്കർ മൗലവി, ഷിബു ടീച്ചർ, സജിമാഷ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണാ കടാക്ഷം നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. വളരെയേറെ സന്തോഷവും ആഹ്ലാദകരവും നിറഞ്ഞ ഒരു വേദിയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. AMLP സ്കൂൾ മുള്ളിയാർച്ചിൻ്റെ 102-ാം വാർഷികാഘോഷത്തിൻ്റെ അതിഗംഭീരമായ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട സജിമാഷിനും ഷിബു ടീച്ചർക്കും അവരുടെ തുടർന്നുള്ള ശിഷ്ടജീവിതം വിശ്രമമില്ലാതെ സമൂഹത്തിനും സേവനം ചെയ്യാനുള്ള മനസ്സും ആരോഗ്യവും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിനും അതേപോലെ തന്നെ ഇവിടെ നിന്ന് വിരമിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുകളെ, മറ്റ് മഹത്തുക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, ഈ സ്കൂളുമായി നമുക്കെല്ലാം ഹൃദയംഗമായ ബന്ധമാണുള്ളത്. ഞാനിവിടെ പഠിച്ചിരുന്നു. ഞാനിവിടെ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോഴാണ് ഈ കോമ്പൗണ്ടിലേക്ക് ഈ സ്കൂൾ മാറ്റിയത്. അന്നു മുതൽ ഇത് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു സ്ഥാപനമാണ്. ഇതിന് ഇനിയും പുരോഗതി ഉണ്ടാവേണ്ടതുണ്ട്. ഇത് നിലനിർത്തേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് ഇതിൻ്റെ സേവനം വ്യാപിക്കേണ്ടതുണ്ട്. അതിന് നാട്ടുകാരുടെ മുഴുവൻ സഹകരണം ഉണ്ടാവണം. മാനേജ്മെൻറ്റ് അതിന് അനുകൂലമാണ്. കുട്ടികളുടെ കലാപരിപാടി കാണാനാണ് നമ്മളിരിക്കുന്നത്. അവരെ ഈ രൂപത്തിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച അധ്യാപകന്മാർ നമ്മുടെ എല്ലാം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന 2 പേർ അവരുടെ ജീവിതത്തിലെ കാര്യപ്പെട്ട ആരോഗ്യകാലം മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചതും സേവനം ചെയ്തതും. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അവരോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ടും അത് ഒതുങ്ങുകയില്ല. അത്രമാത്രം വലിയ സേവനമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ദൈവം ഭാവി ജീവിതത്തിൽ അവർക്ക് പ്രതിഫലം നൽകട്ടെ, ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആശംസ നിർത്തുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ സുഹൃത്ത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസക്കുട്ടി സാഹിബ്, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്താനിരിക്കുന്ന ഹമീദ് മാസ്റ്റർ, അബൂബക്കർ മൗലവി, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, നമസ്കാരം. ഈ സ്കൂളിൻ്റെ 102-ാം വാർഷിക സമ്മേളനം ആഘോഷിക്കുന്ന വേളയിൽ ഈ സ്കൂളിന് ഇവിടെ സ്ഥാപിച്ച എൻ്റെ പിതാവിനെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു ആശംസാ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രിയപ്പെട്ട സജീബ് ഫിലിപ്പ് മാഷനും അതുപോലെ തന്നെ ഷിബി ടീച്ചർക്കും ഭാവി ജീവിതം ആരോഗ്യകരവും ദീർഘായുസ്സും സുഖജീവിതവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ പോക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കായി ഒരു 4 വരി കവിത ലഹരിക്കെതിരെ എന്നുള്ളത് ഇവിടെ ആലപിക്കുകയാണ്.
ലഹരിയാണ് എല്ലാ വിപത്തിനും കാരണം. ലഹരിക്കെതിരെ പോരാടണം നമ്മൾ. പണ്ടൊക്കെ മദ്യം മാത്രമായിരുന്നു ലഹരി, പേരുകൾ പലവിധം ഇന്നത്തെ ലഹരികൾ. ആൺപെൺ വ്യത്യാസമില്ല ലഹരിക്കടിമകൾ. ആദിയാണ് വ്യാധിയാണ് രക്ഷിതാക്കൾക്കെന്നും. നന്ദി, നമസ്കാരം. പടച്ച തമ്പുരാൻ്റെ രക്ഷയും കാരുണ്യവും നമുക്കെല്ലാം ഉണ്ടാവാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒന്നും സംസാരിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ അബ്ദുറഹ്മാൻ മാസ്റ്ററെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏതായാലും പിരിഞ്ഞതിന് ശേഷം വളരെ ആക്റ്റീവായിട്ടാണ് ജീവിച്ചു പോരുന്നത്. 24 മണിക്കൂർ തികയാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. സർവശക്തൻ ഇതുവരെയും അതിന് തുണച്ചിട്ടുണ്ട്. സന്തുഷ്ടമാണ്. പിന്നെ മറ്റൊന്നും പറയുന്നില്ല. ഞങ്ങളൊരു കുടുംബമായിരുന്നു, ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അതിൽ സുമ ടീച്ചർ റിട്ടയർ ചെയ്തു, പിന്നെ ജയ ടീച്ചർ പിരിഞ്ഞു. അതിനുശേഷം ഇരട്ട നഷ്ടമാണ് ഇന്ന് സംഭവിക്കുന്നത്. സജു മാഷ്, എൻ്റെ സഹോദരൻ, ഷിബി ടീച്ചർ, എൻ്റെ സഹോദരി, ഈ പിരിയുന്ന വേളയിൽ സ്വസ്ഥമായി ജീവിക്കാനല്ല ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നല്ല ആക്റ്റീവായിട്ട്, നല്ല ഊർജ്ജസ്വലമായിട്ട് ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടാൻ സർവശക്തനായ തമ്പുരാൻ ഇവർക്ക് കഴിവും അതിനുള്ള മനസ്സും ശരീരവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഷിബി ടീച്ചർക്കും അതുപോലെ സജി മാഷിക്കും നേർന്നുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കാതെ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഗുരുതുല്യരെ, മുളിയാഘോഷി AMLP സ്കൂൾ എൻ്റെ ഉപ്പയും വല്ലുപ്പയും ഒക്കെ പഠിച്ച ഏറെ പഴക്കമുള്ള ഒരു വിദ്യാലയമാണ്. ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ പുരോഗതിയിൽ ഏറെ സംഭാവനകൾ നൽകിയ ഇന്നാട്ടുകാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാലയം കൂടിയാണത്. ഇതിൻ്റെ 102ാം വാർഷിക യോഗത്തിൽ സ്കൂൾ ലീഡർ എന്ന നിലയിൽ ആശംസ അറിയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം ഈ വർഷം വിരമിക്കുന്ന മുള്ളിയാഘോഷി സ്കൂളിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ സജുമാഷിനും ഷിബി ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവരുടെ വിശ്രമ ജീവിതം ആരോഗ്യകരവും സന്തോഷകരവും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമം. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ മധുരം ഇരട്ടി മധുരമാവും, പ്രസംഗം അതിപ്രസംഗവുമാവും. അതിനൊന്നും മുതലാതെ ഇന്ന് ഇവിടുന്ന് വിരിയുന്ന സജി ടീച്ചറും ഷിബി ടീച്ചറും സജി മാഷുക്കും വേണ്ടി 1000 ആശംസകൾ മാത്രം നേരുകയാണ്. മറക്കയില്ല മമ സോദര ഞാൻ, മറക്കയില്ല മമ ജീവകാലം, മറക്കയില്ല മമ സോദര ഞാൻ, മറക്കയില്ല മമ ജീവകാലം. മറന്നുവെന്നു കരുതുന്നതാകിൽ മരിച്ചുവെന്ന് ധരിച്ചുകൊള്ളുക, മറന്നുവെന്ന് കരുതുന്നതാകിൽ മരിച്ചുവെന്ന് ധരിച്ചുകൊള്ളുക. 1000 ആശംസകൾ നേർന്നു. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് മറുപടി പ്രസംഗമെന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു വാക്ക് എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സർവീസിൽ തുടർന്ന കാലം, അതിനുശേഷം എന്നൊരു ഘട്ടങ്ങളുണ്ടല്ലോ. ഏകദേശം 102 വർഷത്തോളം അറിവിൻ്റെ ഒരു പടുവൃക്ഷം
ഈ നാടിന് വെളിച്ചവും വിജ്ഞാനം നൽകിയ ഒരു കാലഘട്ടമുണ്ട്. അതിൽ ഏകദേശം 34 വർഷത്തോളം ഈ സ്കൂളിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അനുഗ്രഹമായി തോന്നുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ 1992 വർഷത്തിൽ ഈ സ്കൂളിലേക്ക് പ്രവേശിച്ചു. എൻ്റെ പിതാവും ഈ സ്കൂളിൻ്റെ അന്നത്തെ മാനേജരുമായിരുന്ന ശ്രീ മരക്കാർകുട്ടി അധികാരി വളരെ സുഹൃത്തുക്കളായിരുന്നു പഴയ കാലഘട്ടത്തിൽ. ആ ഒരു കെയർ ഓഫിലാണ് എന്നെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഈ 34 വർഷം വളരെ കുട്ടികളെ അവരുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് കൂടുതലായി ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ നാട്ടിലധികം കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അച്ചടക്കമുള്ള നല്ല അറിവുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അന്ന് മുതൽ ഉള്ളൊരു കാലഘട്ടത്തിൽ ഉള്ള അധ്യാപകരൊക്കെ ഇപ്പോൾ ഇനി 2 വർഷത്തിനുള്ളിൽ ഇവിടെ നമ്മൾ റിട്ടയർ ചെയ്തു പോകും. പിന്നെ പുതിയൊരു തലമുറ ഈ സ്കൂളിനെ വാർത്തെടുക്കുക, ഇതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത്രയും കാലം എൻ്റെ ഈ പ്രവർത്തനത്തിൽ സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അതുപോലെ സഹപ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയാണ്. ഈ 34 വർഷ സേവനത്തിനുള്ളിൽ 75ാം വാർഷികവും 100ാം വാർഷികവും ഒക്കെ നടക്കുകയുണ്ടായി ഈ സ്കൂളിൻ്റെ. ഈ 33 വർഷം ഞാൻ ഈ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിലയ്ക്ക് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഈ വർഷം റിട്ടയർ ചെയ്യുന്ന അധ്യാപകൻ എന്ന നിലയിൽ അതിൽ നിന്നെല്ലാം മാറി. അടുത്ത വർഷം ഞാൻ വരുമ്പോൾ അത് റിട്ടയർ ചെയ്തു പോയ അധ്യാപകൻ എന്ന നിലയ്ക്കാണ് വരാൻ പോവുക. ഈ 3 ഘട്ടങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ എൻ കക്കാട് എന്ന കവി പറഞ്ഞ പോലെ, കാലമിനിയുമുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ ഇതളിനും പൂവരും കായ് വരും, പിന്നെ ആരെന്തും എന്തെന്നും ആർക്കറിയാം, ഹാ സഫലം ഈ യാത്ര. നമുക്കറിയാം ഓരോ വർഷവും ഇങ്ങനെ കഴിഞ്ഞു പോകും, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കും, ഒരു തലമുറ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കും, പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കും. ആ ഒരു പുതിയ തലമുറയിൽ ഇനിയും വളരെ വളരെ ഉയർച്ചയിലേക്ക് സ്കൂൾ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, അറിവ് നൽകിയ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ ഓർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ഒരുക്കിത്തന്ന ഈ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, കുഞ്ഞുമക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വൈകിയ വേളയിൽ കൂടുതലായി ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ പരിപാടികൾ ദീർഘമായിട്ട് കിടക്കുകയാണ്. ഈ ടീച്ചർമാർ പഠിപ്പിച്ചത് ഒന്ന് വേദിയിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന രക്ഷിതാക്കൾ, ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്നോടൊപ്പം വർക്ക് ചെയ്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ അലിമാഷയെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ സ്കൂളിൽ എനിക്ക് ജോലി തന്ന KV മരക്കാരുകുട്ടി ആജി അവരുകളെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം എന്നെ ഒരു സഹോദരിയായും
എന്നെ ഒരു സഹപ്രവർത്തകയായും കണ്ട് എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് എന്നെ ഈ സ്കൂളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിവുറ്റവളാക്കിയ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഗീത ടീച്ചർ, സുമ ടീച്ചർ, ജയ ടീച്ചർ, ഷർഫുണ്ണി ടീച്ചർ, രാജഗോപാലൻ മാഷ്, ഇവർക്കെല്ലാം ഞാൻ എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ അവസരത്തെ ഞാൻ കൂടുതലായും ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു കൊല്ലം ജില്ലക്കാരിയാണെങ്കിലും ഒരു മലപ്പുറം ജില്ലക്കാരി ആയിട്ട് 31 വർഷം കഴിയുവാൻ എനിക്ക് ഇവിടെ അവസരം തന്നത് ഈ സഹപ്രവർത്തകരും ഈ നാട്ടുകാരുമാണ്. ഈ മുള്ളിയാവർച്ചി നിവാസികളെ ഞാൻ അഗൈതവമായി നന്ദിയോടെ ഓർക്കുന്നു. ഈ മുള്ളിയാകുർച്ചിക്കാരുടെ നന്ദിയെപ്പറ്റി പറയാൻ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ സമതാക്കാട് കോട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നടന്നു വരും സ്കൂളിലേക്ക്. അതിറോമാഷ് നടന്നു വരും, ഞങ്ങൾ രണ്ടുപേരൊക്കെ നടന്നു, സുമ ടീച്ചർ നടന്നു വന്നാൽ കുറേ കഴിഞ്ഞാൽ സ്കൂളിലെത്തുക. ഞാൻ ബെല്ലടിക്കുന്നതിന് എത്തും. കരുവമ്പാറ ഇറങ്ങുന്നത് 9:30 ആണെങ്കിലും സ്കൂളിൽ വരണമെങ്കിൽ കുറേ സമയം എടുക്കും. കാരണം കണ്ടവരൊക്കെ വർത്താനം പറഞ്ഞ് പൂക്കളോടും ചിരികളോടും കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞാൽ വരിക. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഉമ്മ ഞാൻ ഓടി വന്ന് ഒന്ന് ആലിംഗനം ചെയ്തു, ഒന്ന് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ ധൃതരാഷ്ട്രാലിംഗനമൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലൊരു ബലിഷ്ഠമായ ആലിംഗനമാണ് എനിക്ക് കിട്ടിയത്. ആ ആലിംഗനത്തിൽ ഈ മുള്ളിയാവർച്ചിക്കാരുടെ എല്ലാ അമ്മമാരുടെയും എല്ലാ സഹോദരങ്ങളുടെയും സ്നേഹവും കരുണയും കൃപയും നെഞ്ചോട് ചേർത്താണ് ഞങ്ങളെ സ്വീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ വ്യക്തി ആരുമായത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. ആക്കപ്പറമ്പൻ ആയിച്ചാത്തയായിരുന്നു. അപ്പം ആ ആയിച്ചാത്തയിലൂടെ ഞാൻ കണ്ടത് ഒരു വ്യക്തിത്വമല്ല, പക്ഷേ ഈ മുള്ളിയാകുർച്ചിക്കാരെ മുഴുവനും ഞാൻ കണ്ടിരുന്നു. കാരണം അന്നുള്ള ഉമ്മമാർക്കെല്ലാം ചിറ്റുള്ള കാതായിരുന്നു. അതാണ് ഞാൻ കണ്ടെത്തിയ ഒരു പ്രത്യേകത. കാര്യം എൻ്റെ വിചാരം എന്താ, ഈ ചിറ്റുള്ള അമ്മമാർക്കെല്ലാം നല്ല സ്നേഹമാണ്, അവർക്കെല്ലാം നമ്മളോട് നല്ല കരുണ, നമ്മളെ മക്കളെ പോലെ കരുതുന്നവരാണ്. നമുക്ക് പേടിക്കാനില്ല, ഭയക്കാനില്ല. നമ്മളെല്ലാവരും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. ആ അമ്മമാരെ പോലെ തന്നെയാണ് ഉപ്പമാരും. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം കുറേ ഉണ്ട് പറയാൻ. ഇന്ന് വൈകോളം പറഞ്ഞാലും തീരത്തില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് വന്ന് പത്തനംതിട്ടക്കാരിയായിട്ടും ഇവിടെ വന്ന് താമസിക്കുമ്പോൾ സമതാക്കാട് കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിയെ നോക്കണം. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിയെ ആരും നോക്കും? അപ്പോൾ എൻ്റെ മാഷ് പുറത്തിറങ്ങി ആരോടൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ വെളിയിലത്തെ മാനുവാക്ക അവിടെയാണ് താമസിക്കുന്നത്, അങ്ങ് ശാന്താരം കോളേജിൻ്റെ അപ്പുറത്ത്. അപ്പം ഭാര്യയോട് പറയാണ്, നീ ഇനി നിൻ്റെ ഈ കുട്ടിയെ നോക്കിക്കോളൂ, നിനക്ക് ജോലി ഉണ്ടല്ലോ. ഒരു ജോലിക്ക് പോകുന്ന ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറെ കുട്ടിയെ നോക്കാൻ ആരുമില്ല, ഒന്ന് നോക്കിക്കോണേ. ആ സ്വന്തം ഭാര്യയോടാണ് പറയണത്, ആ ടീച്ചർക്ക് കുട്ടിയെ നോക്കാൻ ആരുമില്ല. അങ്ങനെയാണ് കളപ്പാറ അമ്മായി ഞങ്ങളടുത്ത് വന്നത്. അങ്ങനെ മാനുവൊക്കെയാണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ ഈ വരുമ്പോൾ എന്താ കുറേ പേരെ പറയാനുണ്ട്, അമ്മമാരായാലും എല്ലാവരെയും വളരെ ഇവരെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഗീത ടീച്ചറും അതിറോം മാഷും അസീസ് മാഷ്. ഞാൻ വന്ന സമയത്ത് ഗൾഫിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അങ്ങനെ വരും. അപ്പോൾ ഈ പഴയ ചരിത്രങ്ങൾ, ചെട്ടിയാന്തൊടിക്കാർ, മതിലകത്തുകാർ, പിന്നെ ആക്കപ്പുറമ്മമാർ എല്ലാം വീട്ടുപേര് കാടന്തൊടിക്കാർ, ഈ വീട്ടുപേരിട്ട് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലാതങ്ങോട്ട് പതിഞ്ഞങ്ങോട്ട് വരികയാണ്. പിന്നെ എനിക്ക് പറയണം നിങ്ങളോട്, ഞാൻ ഇത്തിരി സ്ട്രിക്റ്റാണ്. കാരണം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ സംസാരിച്ചാൽ പഠിപ്പിക്കൽ നടക്കില്ല, സംസാരം നടക്കുകയുള്ളൂ. കുട്ടികളെ ഒതുക്കി ഇരുത്തിയിട്ട് വേണം തന്നെ പഠിപ്പിക്കാൻ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇത്തിരി വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പഴയ അമ്മമാർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഇപ്പോഴത്തെ അമ്മമാർക്ക് നല്ല പ്രശ്നം ഉണ്ടാവും. എന്നാൽ അവർ സദയം ക്ഷമിക്കുക. പിന്നെ എനിക്ക് പറയണത് എന്താണ്, ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിലവിലുള്ള അധ്യാപകരെ പറ്റിയാണ്. ഞാൻ വരുന്ന സമയത്ത് 9 അധ്യാപകരാണ്. ഇപ്പോൾ 17 അധ്യാപകർ വർക്ക് ചെയ്യുന്ന, അധ്യാപകരും അനധ്യാപകരുമായിട്ട് 17 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് തന്ന സ്നേഹം എനിക്ക് സുമ ടീച്ചർക്ക്, ഗീത ടീച്ചർക്ക്, ജയ ടീച്ചർക്ക് തന്ന സ്നേഹം, ഈ സ്നേഹം നിങ്ങൾ തുടർന്നും എൻ്റെ മക്കളായ ഈ സ്കൂളിലുള്ള അധ്യാപകർക്ക് കൊടുക്കണം.
അവർക്ക് എൻ്റെ മക്കളാണെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് വേണം അവരെ കാണുവാൻ. കാരണം നമ്മുടെ ഈ മുള്ളിയാകുറിശ്ശിയിൽ ഈ വിദ്യാലയം എന്നും നിലനിൽക്കണം. അതിന് കഴിവുറ്റ അധ്യാപകരാണ് ഇന്ന് നിലവിലുള്ളത്. ഈ സ്കൂളിലേക്ക് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച കേറ്ററ്റ് പാസ്സാവാത്ത ഒരു അധ്യാപകർ പോലും ഇവിടെ ഇല്ല. എല്ലാവരും കേറ്ററ്റ് പാസ്സായവരാണ്. അപ്പോൾ അവർക്ക് അതിനുവേണ്ടി കഴിവുണ്ട്. ഞങ്ങളൊക്കെ പേന കൊണ്ട് എഴുതി കണക്ക് കൂട്ടി ചെയ്യുന്ന സമയത്ത് ഇന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ വിരൽത്തുമ്പിലാണെന്ന് നിങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ റിപ്പോർട്ട് അത്ര ഗംഭീരമായൊരു റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്, ഒരു കൊല്ലത്തെ കാലങ്ങൾ മുഴുവനും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കൂളിനെ, നമ്മുടെ നാടിനെ നമ്മളെല്ലാവരും ചേർന്ന് മുന്നോട്ട് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഈ സംഘാടക സമിതിയോട് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അറിയിക്കുന്നതിനായി ഷറഫുനീസ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 102-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന ശ്രീ ഹമീദ് മാസ്റ്റർക്ക് ആദ്യമായി നന്ദി പറയുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് സാറിന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ ഉദ്ഘാടനത്തിന് എത്താമെന്ന് ഇപ്പോഴും വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറിന് നന്ദി പറയുന്നു. അതുപോലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ മൂസക്കുട്ടി സാഹിബിനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രധാനപ്പെട്ട AEO നേരത്തെ വന്ന് നമ്മുടെ കുട്ടികളോട് സംവദിച്ച് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആ ബിന്ദു സാറിനും എൻ്റെ വിധ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച രാജഗോപാലൻ മാഷ്ക്കും ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനായ രാജഗോപാലൻ മാഷ്ക്ക് നന്ദി പറയുന്നു. എന്തിനും ഏതിനും ഒരു വാർഡ് മെമ്പർമാരുടെ അധികാരത്തോടെ അല്ലാതെ സാധാരണ ജനങ്ങളെ പോലെ ഓടിയെത്തുന്ന ശ്രീ ഉസ്മാൻ കൊമ്പൻ, ശ്രീമതി മുനീറ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മാനേജ്മെൻറ്റ് പ്രതിനിധി, മാനേജർ, മറ്റ് MTA PTA പ്രസിഡൻറ്റുമാർ, മറ്റു പൗരപ്രമുഖർ എന്നിവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരിയായി മറുപ്രസംഗം നടത്തിയ ശ്രീ സജി മാസ്റ്റർ, ശ്രീമതി ഷിബി ടീച്ചർ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിനേക്കാളേറെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ അധ്യാപകരോടൊപ്പം തന്നെ നിൽക്കുന്ന നാട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.